മാർക്കറ്റ് ലെൻസ് ആദിത്യ ബിർള സൺലൈഫ് എഎംസി ലിമിറ്റഡ് അവതരിപ്പിക്കുന്നു. ഈ സീരീസ് ഞങ്ങളുടെ ആഴത്തിലുള്ള ഗവേഷണവും നിക്ഷേപ വിദഗ്ധതയും ഉപയോഗിച്ച് വിപണിയിലെ അനാവശ്യ ശബ്ദങ്ങൾ മാറ്റി വിപണിയെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വിപണികൾ പലപ്പോഴും മനോഭാവം ഏറ്റവും ദുർബലമായിരിക്കുമ്പോഴാണ് ക്ഷമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത്. 2026 ലക്ഷ്യമാക്കി നോക്കുമ്പോൾ ABSL AMCയുടെ അഭിപ്രായത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി മേഖല ശാന്തമായി ഒരു പ്രസക്തമായ തിരിച്ചുവരവിനായി ഒരുക്കമാകുകയാണ്. കഴിഞ്ഞ ഏകദേശം 2 വർഷമായി IT മേഖലയിലെ വളർച്ച മന്ദഗതിയിലായിരുന്നു. ഇതിന് പ്രധാന കാരണം ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും കമ്പനികളുടെ ചെലവുകൾ മാറ്റിവെച്ചതുമാണ്. ഇപ്പോൾ ലാഭവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ITയുടെ മാർക്കറ്റ് ക്യാപ് പങ്ക് നെഗറ്റീവ് മേഖലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് ചരിത്രപരമായി അപൂർവമാണ്. ഇത്തരം മൂല്യനിർണ്ണയ വ്യതിയാനങ്ങൾ അവസാനമായി 2007 വീണ്ടും 2016 കണ്ടിരുന്നു. 2 സാഹചര്യങ്ങളിലും തുടർന്ന് ലഭിച്ച വരുമാനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. 2008 വിപണി താഴ്ന്ന നിലയ്ക്ക് ശേഷം നിഫ്റ്റി IT സൂചിക ഒരു വർഷത്തിൽ 182%, 3 വർഷങ്ങളിൽ 212%, 5 വർഷങ്ങളിൽ ഏകദേശം 400% വരുമാനം നൽകി. 2016 താഴ്ന്ന നിലയ്ക്ക് ശേഷം ഒരു വർഷത്തിൽ 20%, 3 വർഷങ്ങളിൽ 61%, 5 വർഷങ്ങളിൽ 285% വരുമാനം ലഭിച്ചു. ഇത്തവണ എന്താണ് വ്യത്യാസം? കഴിഞ്ഞ 2 വർഷങ്ങളിൽ ആഗോള സാങ്കേതിക ചെലവിന്റെ വലിയൊരു ഭാഗം AI അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് തിരിഞ്ഞു. ഇതുമൂലം പരമ്പരാഗത സേവനങ്ങളുടെ വളർച്ച താൽക്കാലികമായി മന്ദമായി. എന്നിരുന്നാലും ഇപ്പോൾ സേവന ചെലവിൽ പുനരുജ്ജീവനത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. 2026 അതിന് വേഗം കൂടാനിടയുണ്ട്. പ്രധാനമായി IT മൂല്യനിർണ്ണയങ്ങൾ ഇപ്പോൾ 10 വർഷത്തെ ശരാശരിക്ക് സമീപവും 5 വർഷത്തെ ശരാശരിക്ക് താഴെയും നിലകൊള്ളുന്നു. ഇത് ദീർഘകാല നിക്ഷേപകർക്ക് കൂടുതൽ സമതുലിതമായ അപകട പ്രതിഫല അവസരം സൂചിപ്പിക്കുന്നു.